സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ ജലത്തിന്റെ അളവ് കുറച്ച് ഇന്ത്യ. കൂടുതൽ ഡാമുകളിൽ സമാനമായ നടപടിക്ക് നീക്കമുണ്ട്. ഇതിനിടെ അതിർത്തിയിൽ നിന്ന് 2 പാക് പൗരന്മാരെ പഞ്ചാബ് പോലീസ് പിടികൂടി. ഭീകരാക്രമണത്തിൽ പെഹൽഗാമിലെ കടയുടമയെ NIA ചോദ്യം ചെയ്തു. പലക് ഷേർ മസീഹ്, സൂരജ് മസീഹ് എന്നീ 2 ചാരന്മാരാണ് പഞ്ചാബ് പോലീസിന്റെ പിടിയിലായത്. അമൃത്സറിലെ കരസേനാ കന്റോൺമെന്റ്, വ്യോമസേനാ താവളം എന്നിവയുടെ തന്ത്രപ്രധാനമായ ചിത്രങ്ങളും വിവരങ്ങളും ഇവർ ISIക്ക് കൈമാറിയതായി കണ്ടെത്തി. ജയിലിലുള്ള കൊടും കുറ്റവാളി ഹർപ്രീത് സിംഗിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്ന് പഞ്ചാബ് പോലീസ്. പെഹൽഗാമിൽ ആക്രമണം നടന്നതിന് 15 ദിവസം മുമ്പ് കട തുറന്ന പ്രദേശവാസിയെ NIA ചോദ്യം ചെയ്തു. ആക്രമണം നടന്ന ദിവസം ഇയാൾ കട തുറന്നിരുന്നില്ല. ഭീകരാക്രമണത്തെക്കുറിച്ച് ഇയാൾക്ക് മുൻകൂട്ടി വിവരം ലഭിച്ചിരുന്നോ എന്നാണ് സംശയിക്കുന്നത്. ഇതിനകം ഭീകരവാദ ബന്ധമുള്ള 75 പേരെ NIA കസ്റ്റഡിയിലെടുത്തു. പ്രാദേശിക ഭീകരതയ്ക്കെതിരായ ഏജൻസികളുടെ നടപടികൾ തുടരുകയാണ്. 3000-ലേറെ പേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കെതിരെ ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 22 വരെ തെരച്ചിൽ നടന്നിരുന്നതായി റിപ്പോർട്ടുണ്ട്. പാകിസ്ഥാനെതിരായ കൂടുതൽ നടപടിയുടെ ഭാഗമായി ചെനാബ് നദിയിലെ ബംഗ്ലിഹാർ ഡാമിന്റെ ഷട്ടർ ഇന്ത്യ താഴ്ത്തി. ജലം കിഷൻഗംഗ ഡാമിലും സമാന നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം. കനത്ത മഴയിലും മൂടൽമഞ്ഞിലും കൊടുങ്കാട്ടിൽ ദൗത്യം തുടരുകയാണ് സുരക്ഷാ സേന. ഏത് സമയവും ഒരു ശുഭവാർത്ത താഴ്വരയിൽ നിന്നും പ്രതീക്ഷിക്കാം. കശ്മീരിലെ ഭീകരതയുടെ വേരറുക്കുകയാണ് പരമമായ ലക്ഷ്യം. ബാരാമുള്ളയിൽ നിന്നും ജോഗീർ സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.